എൻ്റെ പേര് ജോയി കെ എ. ഞാൻ 2020 ജനുവരി 1-ാം തീയതി ഉടമ്പടി എടുത്തതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ തന്നെ ഞാൻ ജീവിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കും. എനിക്ക് 2020 ജനുവരി 21 നവംബർ 14-ാം തീയതി ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു. 6 ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഓക്സിജൻ ഘടിപ്പിച്ച ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞത് അരമണിക്കൂർ കൂടെ താമസിച്ചിരുന്നാൽ രക്ഷ കിട്ടിയില്ലായിരുന്നതാണ്. ഞാനപ്പോഴും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മ ഈ രോഗത്തിൽ നിന്ന് തന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ 5 ദിവസം ICUവിലും കിടന്നു, 19 ദിവസം ആശുപത്രിയിൽ കിടന്ന് ഡിസ്ചാർജ് ആയി. 3 സ്റ്റഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. ദിവസം 60-70 കിലോമീറ്റർ സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മ എന്നെ നടത്തുന്നത്. പിന്നെ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടിയതിന് ശേഷം ഞാൻ ആശുപത്രിയിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ആരെങ്കിലും എന്നോട് ചോദിക്കും ഒറ്റയ്ക്കാണെന്ന് പോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അല്ല, എൻ്റെ കൂടെ എൻ്റെ കൃപാസന മാതാവ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് സത്യവും. കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ആശുപത്രിയിൽ പോകുന്നത്. എക്കോ വരെ എടുക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ആ സമയത്തും എന്നെ കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. എനിക്ക് ഭവനമില്ലായിരുന്നു. 10-12 വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അമ്മ ഞാൻ ഉദ്ദേശിക്കാത്ത സമയത്ത് ഒരു നല്ലൊരു ഭവനം 6 മാസം കൊണ്ട് പണിത് താമസിക്കുവാനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ വീട് വെക്കാനുള്ള വസ്തുവിന് ഒരു മൈനറവകാശം, എൻ്റെ അനിയൻ്റെ വസ്തു മേടിച്ചതായിരുന്നു. അനിയൻ്റെ മകന് അനിയനില്ലാത്തതുകൊണ്ട് അനിയൻ്റെ മകന് മൈനറവകാശം ഉണ്ടായിരുന്നു. ആ വസ്തുവിൻ്റെ മൈനറവകാശം തിരിച്ച് അവകാശപ്പെട്ട്, പൈസ കൊടുത്ത് വാങ്ങിച്ച വസ്തു തിരിച്ച് അവകാശം തിരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഭീമമായൊരു തുക ആവശ്യപ്പെട്ടു. അത് 12 വർഷത്തോളം കഴിഞ്ഞാണ് ചോദിക്കുന്നത്. 3 വർഷം മുമ്പ് ചോദിച്ചപ്പോൾ ഭീമമായൊരു തുക ആവശ്യപ്പെട്ടു. ആ കോവിഡ് സമയമായിരുന്നു. ഞാനിവിടെ വന്നിട്ട് വെളിയിൽ വന്നിട്ട് ആ ആധാരവും കൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു പ്രേക്ഷിതൻ്റെ കൊടുത്ത പറഞ്ഞു, അമ്മയുടെ തിരുമുമ്പിൽ കൊണ്ടുപോയി ഇതൊന്ന് വെച്ച് പ്രാർത്ഥിച്ച് തരണമെന്ന് പറഞ്ഞു. ഞാൻ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ ആധാരം കൊണ്ടെത്തന്നു. ഞാൻ തിരിച്ച് 4:30 ആയപ്പം വീട്ടിൽ ചെന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ വസ്തുവിൻ്റെ കാര്യം എങ്ങനെയാണ്? ഞാനപ്പോൾ ഒരു ചെറിയ തുക അവരോട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം ആ വസ്തുവിൻ്റെ ബാധ്യതയെല്ലാം മാറി അമ്മ എനിക്ക് അന്നേ ദിവസം തന്നെ വാക്ക് തന്ന് അനുഗ്രഹിച്ചു. ആ വസ്തുവിലാണ് ഞാനിപ്പോൾ ഭവനം വെച്ച് താമസിക്കുന്നത്. പിന്നെ ഞാനൊരു സിനിമാ തിയേറ്ററിൻ്റെ മാനേജരായിരുന്നു. എനിക്ക് അറ്റാക്ക് വന്നതോടുകൂടി ആ ജോലി നഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം 3 മാസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഞാൻ സിനിമാ കമ്പനിയിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുന്നു. ഇപ്പോഴും ജോലിക്കൊരു തടസ്സവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത വേല, ഞാൻ ഇവിടുന്ന് പത്രം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി മൊത്തമായിട്ട് വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊണ്ട് കുരിശ് വരച്ചതിന് ശേഷം ഞാൻ കൊടുക്കുകയുള്ളൂ. കാര്യം എന്നാ വെച്ചാൽ ഓരോരുത്തരെ കാണുമ്പോൾ കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലാൻ സമയം കിട്ടുകയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. പ്രേക്ഷിത വേല, ഞാൻ അനാഥാലയങ്ങളിൽ ചില സമയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട്. ഞായറാഴ്ചകളിലും ചുരുക്കം ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകാറുള്ളൂ. കുർബാനയും കുമ്പസാരവും മുടക്കാറില്ല. ദിവസം അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും. ഈ ആഴ്ച പോലും 3 പ്രാവശ്യം ഞാൻ ഇവിടുത്തെ ധ്യാനം കൂടി. അങ്ങനെ കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥിക്കും. സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് മുഴുവൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഓടിക്കുന്നത്. അത് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും 100,000 നന്ദി പറയുന്നു.